ഒന്ന് രാജാക്കന്മാർ 17-ാം അധ്യായം. പണ്ട് ഇസ്രയേലിൽ അഹബ് രാജാവ് ഭരിച്ച കാലം. ബാൽ എന്ന കപട ദൈവത്തെ ആരാധിച്ച് ഉള്ള കൊള്ളർദാനങ്ങളൊക്കെ ചെയ്തു കൂട്ടി ദൈവശാപം വരുത്തി വെച്ച രാജാവ്. അങ്ങനെ ആ നാട്ടിൽ ഒരു വരൾച്ച ഉണ്ടായി. ഈ വരൾച്ച നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്നു. എല്ലാം ആ ഏലിയ പ്രവാചകന്റെ ശാപമാണ്. എവിടെയാ പ്രവാചകൻ? ഏലിയ അവൻ വെറും ഒരു കീടമാണ്. നമ്മൾ എന്തിനാ അവനെ ഭയക്കണം? അവനെ നാം ദൂരദേശത്തേക്ക് പറഞ്ഞു വിട്ടതല്ലേ. ആ നാട്ടിൽ നിന്നും പുറപ്പെട്ട ഏലിയാവിന് യഹോവയുടെ ഒരു അരുളപ്പാടുണ്ടായി. അത് ഇപ്രകാരമായിരുന്നു: ഏലിയാവേ, നീ സറാഫാത്തിൽ ചെന്ന് പാർക്ക്. അവിടെ നിന്നെ സംരക്ഷിക്കാനായി ഞാൻ ഒരു വിധവയെ കൽപ്പിച്ചിരിക്കുന്നു. ഒരു പിടി മാവും എണ്ണയും ബാക്കി നിൽക്കെ ഞാനും എന്റെ മകനും ഇനി എന്ത് ചെയ്യും? ഇങ്ങനെ പോയാൽ എന്റെ മകനെ എനിക്ക് നഷ്ടപ്പെടും. സ്ത്രീയെ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളവും കഴിക്കാൻ അല്പം ഭക്ഷണം ലഭിക്കുന്നു. നിന്റെ ദൈവമായ യഹോവയാണേ, എന്റെ പക്കൽ ഒന്നുമില്ല. ആകെയുള്ളത് എനിക്കും എന്റെ മകനും ഒരു അപ്പം ഉണ്ടാക്കി ഭക്ഷിച്ച് മരിക്കുവാനിരിക്കുകയാണ്. ചെന്ന് നീ പറഞ്ഞ പോലെ ചെയ്യുക. എന്നാൽ ആദ്യം നീ എനിക്ക് വേണ്ടി ചെറിയൊരു അട ഉണ്ടാക്കിക്കൊണ്ടുവരിക. എന്നിട്ട് നീ നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടു. മനസ്സിൽ അല്പം ശങ്കയുണ്ടായിരുന്നെങ്കിലും യഹോവ കൽപ്പിച്ചതുപോലെ വിധവ ഏലിയാവിന് വേണ്ടി അപ്പം കൊടുത്തു. ഏലിയാവ് മുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ അവിടെ ഒരു അത്ഭുതം നടന്നു. ഇതെന്ത് അത്ഭുതം! കരത്തിലെ മാവ് കുറയുന്നുമില്ല, ഭരണിയിലേക്ക് തീരുന്നുമില്ല. ഞാൻ അല്പസമയം വിശ്രമിക്കട്ടെ. അനന്തരം വിധവയുടെ കുട്ടിക്ക് ദീനം കെടുത്തിട്ട് അവന് വിശ്വാസമില്ലാതെ. അയ്യോ ദൈവപുരുഷനെ, എന്റെ മകനെ കൊല്ലേണ്ടതിനാണോ നീ എന്റെ പക്കൽ വന്നത്? നിന്റെ മകനെ ഇങ്ങ് തരിക. എന്റെ ദൈവമായ യഹോവേ, ഞാൻ വന്ന് പാർക്കുന്ന വിധിയുടെ മകനെ കൊല്ലുവാൻ നോക്കണം. നീ അവൾക്ക് അനർത്ഥം വരുത്തിയല്ലോ. ഈ കുട്ടിയുടെ പ്രാണൻ അവന് മടങ്ങി വരുവാനാകട്ടെ. ദൈവം ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. ആ കുട്ടിയുടെ പ്രാണൻ അവനിലേക്ക് മടങ്ങി വന്നു. ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. നീ ദൈവപുരുഷനാകുന്നു. നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമാണെന്ന് ഇതിനാൽ ഞാൻ അറിയുന്നു. സറാഫാവിലെ വിധവയുടെ കഥയിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, വിശ്വാസം കൈവിടാതെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ കൈവിടില്ല. God dwells with us.